വാക്ക് കൊടുക്കാൻ എളുപ്പമാണ്, അത് പാലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭ്രാന്തനെ പോലെ എൻ്റെ കുടുംബത്തിനെ മറന്ന് എൻ്റെ കച്ചവടത്തിനെ മറന്ന് ഈ ഓട്ടം ഓടിയത്. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു റെസ്ക്യൂ കഴിഞ്ഞിട്ട് മൊത്തം മീഡിയ ഇരുന്നിട്ട് കരയണത് ഞാൻ കണ്ണാലെ കണ്ടത്. ഇപ്പൊ ഞാൻ ഈ ക്യാമറന്റെ മുന്നിലും എല്ലാത്തിലും വരുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്താ പറഞ്ഞാൽ ഇതൊരു പ്രചോദനമാവണം ആർക്കും. അർജുൻ അവിടെ ഉണ്ടായിരുന്നു, അവനെ കാണാതായിട്ടുണ്ട്. എവിടുന്ന് എങ്ങനെ തിരഞ്ഞെടുക്കണം? ഡേ 1 നമ്മൾ അവിടെ പോകുമ്പോൾ ആകെ ഒരു 3 ആളെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കൂടെ. നമ്മൾ അവിടെ പോകുമ്പോൾ വേറൊരു ആളും ഇല്ലേനു. മീഡിയാസ് ഉള്ളവർ കരയാൻ പാടില്ല എന്നാണ് കേട്ടത്. ആ ആളുകൾ വിതുമ്പി കരയാണ്. 15 പ്രാവശ്യം നേർക്കുനേരം നമ്മൾ പോലീസായിട്ട് ഒന്നുതള്ളൊക്കെ ഉണ്ടായി, സർക്കാരായിട്ടും എല്ലാം. അവൻ അതിൻ്റെ ഉള്ളിൽ ഉറങ്ങിയെന്ന് നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. അവനെ ആ പാറകളും ചിന്നിച്ചിതറാതെ ആ ലോറി അതിനെ പൊതിഞ്ഞ് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ ആള് ഉണ്ടായിരുന്നു. എൻ്റെ അവസാന സമയം ആ ലോറിനെ സ്നേഹിച്ച ആള് ലോറിയിൽ തന്നെ ഇതായി. ദിവസം കഴിഞ്ഞു ആ ദൗത്യത്തിന്റെ 1-ാം ഘട്ടം കഴിഞ്ഞു, 2-ാം ഘട്ടം ഇനിയുണ്ട്. ഈശ്വർ മൽപ്പിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ വീണ്ടും ഗംഗാവലി പുഴയിൽ ഇനിയും 2 ആളും കൂടി ഉണ്ട്. അതെ, അവരെയും കൂടി നമ്മൾ എന്താക്കണം, അവിടുന്ന് അവരെ വീട്ടിലെത്തിക്കണം. എത്തിക്കാൻ അസാധ്യമായ ദൗത്യമായിട്ട് ഒന്നുമില്ല. നമ്മളത് തെളിയിച്ചു കഴിഞ്ഞതാണ്. അസാധ്യം എന്ന് പറഞ്ഞാൽ വേർഡ് തന്നെ ഡിക്ഷണറിയിൽ നിന്ന് എടുത്ത് മാറ്റണം. അത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇനി അവരെയും കൂടി ഒന്ന് നോക്കണം. അതിനുള്ള പോക്കാണ്. കാരണം അതും ഇത്രയും ദിവസം കൊണ്ടൊരു നമ്മളെ ഫാമിലി ആയി മാറി അവർ. ഇപ്പം 1-ാമത്തെ ദിവസം തൊട്ട് ഒന്നെന്നുള്ള ദിവസം നോക്കുമ്പോൾ 75 എന്നുള്ള ഈ ദിവസം പെട്ടെന്ന് എന്താ ഒരു ആ ഈ ഒരു 1-എന്നുള്ള ദിവസം ഉണ്ടായ ആ സംഭവം ഉണ്ടായ ദിവസവും ഈ ഏകദേശം ഇപ്പം നമുക്ക് അർജുനെ എങ്ങനെയാണ് നമുക്ക് വീട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ള ആ ഒരു വിധത്തിൽ നമ്മൾ ഇപ്പം എന്താ ഡേ 1 നമ്മൾ അവിടെ പോകുമ്പോൾ ആകെ ഒരു 3 ആളെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കൂടെ. നമ്മൾ അവിടെ പോകുമ്പം വേറൊരു ആളും ഇല്ലേനു. പോകെ 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 ജനങ്ങൾ കൂടി ചേരാൻ തുടങ്ങി. ഇന്നിപ്പോൾ ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കേരളം മൊത്തം തിരയാൻ തുടങ്ങിപ്പോയി. അത് വലിയൊരു സംഭവമാണ്. നമ്മൾ കേരളത്തിലുള്ള സകല മനുഷ്യരും സകല അമ്മമാര് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു റെസ്ക്യൂ കഴിഞ്ഞിട്ട് മൊത്തം മീഡിയ ഇരുന്നിട്ട് കരയണത് ഞാൻ കണ്ണാലെ കണ്ടത്. അപ്പം എത്രമാത്രം ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലേക്കും പോയിട്ടുണ്ടാവും. മീഡിയാസ് ഉള്ളവർ കരയാൻ പാടില്ല എന്നാണ് കേട്ടത്. ആ ആളുകൾ വിതുമ്പി കരയാണ്. ആ രംഗം അങ്ങനെയാണ്. അവർക്ക് എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം മീഡിയയിലല്ലല്ലോ. ബാക്കി ടൈം നമ്മളെ മീഡിയ പേഴ്സൺസ് നമ്മൾ സുഹൃത്തുക്കളാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ സ്വകാര്യ പ്രയാസങ്ങൾ ഷെയർ ചെയ്തതാണ്. അപ്പോഴും അവർക്ക് ഒരു ഉത്തരമില്ല. ഇവനെ കിട്ടുന്ന ആരും പ്രതീക്ഷിക്കാത്തടത്ത് കിട്ടിയപ്പോൾ ഞാൻ ഇമോഷണലി കാണിച്ചത് അവരെ മനസ്സിലേക്ക് അത് ഓടി വരികയാണ്. ആ രംഗം അവിടെ പിന്നെ അതൊരു കണ്ണീർ കടലായിപ്പോയി. ആരോ ഒന്ന് എഴുതി, മനാഫിന്റെ കണ്ണീര് ഗംഗാവലി പുഴയിൽ. അതുവരെ ഞാൻ അങ്ങനെ പതറിയിട്ടില്ല. ഇല്ല. എനിക്കിങ്ങനെ എനിക്ക് എൻ്റെ ബ്രദേഴ്സിനോട് ചോദിച്ചാൽ എനിക്ക് കിട്ടിയ അടിയൊക്കെ എങ്ങനത്തെ. പക്ഷെ അതിൽ എനിക്ക് എന്താ പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതൊക്കെ നേരിടുന്നത് എൻ്റെ ബ്രദേഴ്സ് എസ്പെഷ്യലി. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും ആദ്യം തോന്നിയില്ല. ആ വീഡിയോൻ്റെ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രംഗം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൊബൈലിൽ പകർത്താൻ ഇങ്ങനെ ആക്രോശിച്ചും കൊണ്ടുവന്നിന് എൻ്റെ ബ്രദറോട്. കാരണം അതൊരു ധൈര്യപ്പെട്ടിട്ട് അവന് ചെറുങ്ങനെങ്കിലും എടുത്തതിനോണ്ട് പുറലോകം അറിഞ്ഞു. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള എന്തൊക്കെ സന്ദർഭങ്ങൾ 10-15 പ്രാവശ്യം നേർക്കുനേരം നമ്മൾ പോലീസായിട്ട് ഒന്നുതള്ളൊക്കെ ഉണ്ടായി, സർക്കാരായിട്ടും എല്ലാം. പക്ഷെ എന്താ പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ക്യാമറൻ്റെ മുന്നിലും എല്ലാത്തിലും വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ പറഞ്ഞാൽ
ഒരു പ്രചോദനമാവണം ആർക്കും. കാരണം ജനാധിപത്യ രാജ്യമാണ് നമ്മളത്. ജനങ്ങളാണ് രാജാവ്. ജനങ്ങളെ ആവശ്യം നടത്തിത്തരേണ്ട ആളുകളാണ്. ജനങ്ങളുടെ എന്താ പറയുക, പ്രയാസങ്ങളിൽ കൂടെ ചേരേണ്ട ആളുകളാണ് ഇവിടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ. അത് തീർച്ചയായിട്ടും അവർ ഈ രംഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഈ ബോധ്യം ഉണ്ടാവണം. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ജനങ്ങളെ എല്ലാ കാര്യങ്ങളും നോക്കാനാണ്, രാവെന്നോ പകലെന്നോ ഇല്ലാതെ. അത് നമ്മളെ ഈ വിഷയത്തിൽ നമ്മളെ ജനപ്രതിനിധികൾ ഭയങ്കരമായിട്ട് അത് പാലിച്ചിട്ടുണ്ട്. അക്കാര്യം ഒരു സംശയമില്ല. രാഷ്ട്രീയ നേതാക്കന്മാരെ ഞാൻ സല്യൂട്ട് അടിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, കേരളം ഇതറിഞ്ഞ പാടന്നെ കേരള ഗവൺമെൻറ് അവിടേക്ക് പോലീസുകാരെ, ഫയർഫോഴ്സിനെ എല്ലാം അയച്ച് അന്യ സ്റ്റേറ്റിലേക്ക് കേരളത്തിലെ എണ്ണം പറഞ്ഞ മന്ത്രിമാർ വന്ന്, പ്രത്യേകിച്ച് നമ്മളെ മുഹമ്മദ് റിയാസ് നമ്മളായിട്ട് നല്ല ഒരേ നാട്ടുകാരാണ്. പിന്നെ അതേമാതിരി തന്നെ മുഖ്യമന്ത്രിൻ്റെ അതേമാതിരി തന്നെ നമുക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാറ് പേഴ്സണലി ബന്ധമായി മാറി. മറ്റേ അതേമാതിരി തന്നെ വേണുഗോപാൽ സാറ്, അവരൊക്കെ വേണുഗോപാൽ സാറിനൊക്കെ പവർ എന്താന്നുള്ളത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ആ നമുക്കിപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എണ്ണം പറഞ്ഞ നേതാക്കന്മാരാണ് വേണുഗോപാൽ സാറൊക്കെ. അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയത് നമുക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. ഇവരൊക്കെ നല്ല എന്താ ഹാർഡ് വർക്ക് ചെയ്തതാണ്. ഈ സംഭവം അവിടെ ആ ഏരിയ കണ്ടിട്ടില്ലാത്തൊരു ഒരു സോഷ്യൽ മീഡിയ വഴിയൊക്കെ പലതും നമുക്ക് അവിടെ നേരിട്ടുണ്ടായിരുന്നതാണ്. അപ്പം നമുക്ക് അത് നേരിട്ട് കാണുന്നതാണ്. പക്ഷെ ഇതൊന്നും കാണാതെയും പലരും പലവിധ ഊഹാപോഹങ്ങളും പല പല കഥകളും ഒക്കെ പറഞ്ഞിരുന്നു. ഞാൻ കാണാറുണ്ട്. അവിടെ തരി ഇവിടെ തരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. പക്ഷെ എന്താണ് അത് നമ്മൾ തെരഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നോടല്ലടാ പറഞ്ഞു പറഞ്ഞിട്ട് കുറെ അങ്ങനത്തെ ഒക്കെ കേൾക്കലുണ്ട്. ഞാൻ ആദ്യമൊക്കെ പതറിയില്ല. പിന്നെ എനിക്ക് മനസ്സിലായി പല സജഷൻസും. ഞാൻ വയനാട് ഒരു ദിവസം വന്നിന് പോയിട്ട്. അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് ടെക്നോളജി ഉണ്ട്, വേറെ ഉണ്ട്, അങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ അതിൻ്റെ ആളല്ല, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് കർണാടക ഗവൺമെൻറ് അങ്ങളും. അപ്പോൾ പിന്നെ ചൂടാവുകയാണ്. ഞാനിത് അംഗീകരിക്കാൻ നമുക്കിതിൻ്റെ ഒരു പ്രാധാന്യം ഇല്ലല്ലോ, ഒരു പ്രാധാന്യം ഇല്ല. നമ്മൾ സാധാരണക്കാരനാണ്. നമ്മളതായ കുറേ പോരായ്മകളുള്ള വ്യക്തിയാണ്. ഞാനൊരു പെർഫെക്റ്റ് ആളല്ല. എനിക്ക് എൻ്റെതായ ഒരുപാട് പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത്. നമ്മൾ പറയുന്ന ഇത്രേ ഉള്ളൂ. അർജുൻ അവിടെ ഉണ്ടായിരുന്നു, അവനെ കാണാതായിട്ടുണ്ട്. എവിടുന്ന് എങ്ങനെ തിരഞ്ഞെടുക്കണം, ഇത് ഞാൻ റെസ്ക്യൂ പ്രവർത്തകനോ അങ്ങനെയുള്ള ഒരാളല്ല, സാധാരണ ഒരാളാണ്. അപ്പം അതിൻ്റെതായ ഒരു ചെറിയ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് ഇടയിൽ കയറിയിട്ട് പല ആളുകളും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൺഫ്യൂഷൻസ് ഒന്നും കൂടി അങ്ങോട്ട് ഇതാക്കി, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ്റെ ഫാമിലി നമ്മളും ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിട്ട് അതിനെ ഞാനവിടെ വരുവാണെങ്കിൽ അർജുനെ എങ്ങനെയാണോ അതിനെ കൊണ്ടുവരാൻ പറ്റുന്നത്, ഏത് അവസ്ഥകളെന്ന് കയറിയാൻ പറ്റില്ല. പക്ഷേ ഞാൻ അർജുനെ കൊണ്ടുവന്നും ഇവിടെ മാക്സിമം കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞ വാക്കുണ്ട്. അതിനുശേഷം ഇന്ന് അർജുൻ്റെ വീട്ടിൽ പോയി അർജുൻ്റെ അമ്മയെ കാണുകയുണ്ടായി. അപ്പൊ ആ വ്യക്തിക്ക് എന്താ ഇപ്പൊ അവർക്ക് കണ്ടപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലുള്ള ഒരു വലിയൊരു ഭാരിച്ച ഒരു പ്രയാസം ആ വാക്ക് തന്നെ. വാക്ക് കൊടുക്കാൻ എളുപ്പമാണ്, അത് പാലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പാലിക്കാൻ കഴിയില്ലെങ്കിൽ കൊടുക്കാൻ നിൽക്കരുത് എന്നുള്ള കാര്യം എല്ലാവരും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തല പോയാലും അത് പാലിക്കന്നെ വേണം. ഞാൻ ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭ്രാന്തനെ പോലെ എൻ്റെ കുടുംബത്തിനെ മറന്ന്, എൻ്റെ കച്ചവടത്തിനെ മറന്ന്, എൻ്റെ സുഹൃത്തുക്കളെ മറന്ന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടം ഓടിയത്. തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുമെന്ന് 100% എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് ഞാൻ അതിൽ ഞാൻ എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിച്ച്. അത് മൊത്തം കേരളത്തിൻ്റെ ഒരു പ്രയത്നമുണ്ട്. കേരളത്തിൻ്റെ ഒരു വിജയമാണ്. തീർച്ചയായിട്ടും ഞാൻ ആ വിജയത്തിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്രെഡിറ്റും മലയാളികൾക്ക് കൊടുക്കുകയാണ്.
നമുക്കൊരു ഇതിൻ്റെ പേരിലൊരു ഫേമസ് ആവാനോ ആഗ്രഹമില്ല. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ആവശ്യമില്ല. ഇത് മുഴുവൻ ജനങ്ങളുടെ വിജയമാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള വരും കാലങ്ങളിലും എന്തായാലും ദുരന്തങ്ങൾ നടക്കും. ആ ദുരന്തങ്ങൾ തടയാൻ എന്തായാലും കഴിയില്ല. വരുന്ന ദുരന്തങ്ങൾ തോളോട് തോൾ ചേർന്ന് ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ഇരുന്ന് അതിനെ നേരിടുക, തോൽപ്പിക്കുക. ആ ലോറി നമ്മൾ കണ്ടിട്ടപ്പോൾ ഫസ്റ്റ് എല്ലാവരും നോക്കിയത് അതിനകത്ത് അർജുനുണ്ടോ എന്നുള്ള ഇതായിരുന്നു. പിന്നെ എല്ലാവരും നോക്കിയായിരുന്നു ഇക്കയുടെ ഒരു ഇത്, ഇക്കയുടെ ഫീലിങ്സ്. ഫസ്റ്റ് പൊക്കി ലോറി ഫസ്റ്റ് കണ്ടപ്പോൾ ഇത് തോന്നുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് എനിക്കത് മുന്നേ അറിയാൻ, എനിക്ക് അതിൻ്റെ മുന്നേ ഇൻഫർമേഷൻ തന്നീന് ലോറിയുണ്ട്. പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് വേറെ, അധ്വാനിച്ച വേറെ ആളുകൾക്ക് ആവശ്യമാണ്. അത് അത് ഒരർഹതപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാനായിട്ട് അതുവരേക്കും മിണ്ടരുത് എന്നുള്ളതിന്. അത് പൊന്തുമ്പോൾ ക്യാമറയിൽ നോക്കിയാൽ മതി. അത് പൊന്തിയ പാടന്നെ നമ്മളെ ലോറിയാണ്, അതിൻ്റെ ഉള്ളിൽ അർജുൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കോൺഫിഡൻറ്റാണ്. എങ്ങാനും അതിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ ഞാൻ മാനം കെടും. പക്ഷേ ഒരു ലെവലേശം സംശയം എനിക്കില്ലേ. ഞാൻ അതിന് അത്രമാത്രം പ്രിപ്പേർഡാണ്. കാരണം ഞാൻ കടലിൽ ഈശ്വരമൽപ്പം നാളെ വരുമല്ലോ, ചോദിച്ചാൽ മതി. നമ്മളെ ചാനലും അധികാരികളും ഒന്നും ഇല്ലാത്ത സമയത്ത് എത്ര പ്രാവശ്യം പോയാൽ നമ്മൾ ഇറങ്ങിക്കണെന്നുള്ളത്, ഇറങ്ങി തപ്പിയിട്ടാണ് കടലിൽ അന്വേഷിച്ച് എല്ലാ സ്ഥലത്തും അന്വേഷിച്ചിട്ടാണ് പിന്നെ എന്താക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പ് വരുത്തുന്നത്. ഇത് കരയോട് ചേർന്നിട്ടുള്ള ഭാഗത്തുണ്ട്. അധികം പരിക്ക് വാഹനത്തിനില്ല. പിന്നെ അർജുൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അത് മുന്നേ നമുക്കൊരു ഉറപ്പുണ്ടായി. അതെ, ലക്ഷ്മൺ നായകിന്റെ കടന്റെ പിന്നിൽ എത്ര പ്രാവശ്യം ഏതൊക്കെ ചാനൽ എനിക്ക് തന്നെ മടുത്തിട്ടുണ്ട്. പറഞ്ഞു അവിടെ തന്നെ കിട്ടി. തീർച്ചയായിട്ടും ഓൻ അത്ര വൃത്തിക്ക് കൊണ്ടുനടക്കണ ആ ക്യാബിന് വൃത്തികേടായി നിന്ന് കണ്ടപ്പോൾ ഒരു സങ്കടം. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കാര്യമുണ്ട്. ചില ഡ്രൈവർമാർ ലോറിനെ ജീവന് തുല്യം സ്നേഹിക്കും. അതിൽ ഒരർത്ഥം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആ ലോറി അവനെ അങ്ങനെ സംരക്ഷിച്ചിരിക്കണം. അവൻ അതിൻ്റെ ഉള്ളിൽ ഉറങ്ങിയെന്ന് നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. അവനെ ആ പാറകളും ചിന്നിച്ചിതറാതെ ആ ലോറി അതിനെ പൊതിഞ്ഞ് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ ആള് ഉണ്ടായിരുന്നു. അതൊരു വലിയതാണ്. ഒരു ഇരുമ്പിനും ചില സമയത്ത് ജീവനുണ്ടാവും. അത് തെളിയിച്ച് ഇരുമ്പിനെ സ്നേഹിച്ചാൽ തിരിച്ചാ ഇരുമ്പ് സ്നേഹിക്കുന്നു വരെ തോന്നിപ്പോയി. ആ സമയം സുരക്ഷിതമായിട്ട് തന്നെ അവിടെ അന്ത്യവിശ്രമം കൊണ്ട് എൻ്റെ അവസാന സമയം അത് ആ ലോറിനെ സ്നേഹിച്ച ആള് ലോറിയിൽ തന്നെ ഇതായി. തീർച്ചയായിട്ടും ആശ്വാസം ഏതെങ്കിലും രൂപത്തിൽ കണ്ടെത്തണം. ഞാൻ അങ്ങനെ തേടി പോണ ആളാണ്. പോസിറ്റീവായി ചിന്തിക്കുക. അല്ല, ഇതൊരു സാധാരണക്കാരൻ്റെ വിജയമാണ് എന്തായാലും. പിന്നെ ഞാനൊരു 4 ദിവസം കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഞാൻ മാഞ്ഞു പോകും. പിന്നെ മനാഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ പിന്നെ ഇല്ല. പക്ഷെ മനാഫിൻ്റെ കൂട്ടരും ചെയ്തു വെച്ചൊരു പ്രവൃത്തി ഉണ്ട്. അത് എപ്പോഴും ഇനിയുള്ള വരും തലമുറ എന്താക്കണം, ഓർക്കണം. മനാഫിന് കാലാകാലം എന്തായാലും ഈ ക്യാമറയുടെ മുന്നിൽ എന്തായാലും വന്നിട്ടായില്ല. മനാഫിൻ്റെ കുറേ കാര്യങ്ങൾ റിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ മുമ്പേ ഈ ഒരു കാര്യം എപ്പോഴും ജനങ്ങൾ ഓർത്തു വെക്കുക. ഒരു സാധാരണക്കാർ, ഒരു പറ്റം സാധാരണക്കാർ തുടങ്ങി വെച്ച ഒരു സമരം, ഒരു യുദ്ധം, അതൊരു വിജയിപ്പിച്ച രീതി കാലം ഓർത്തു വെക്കണം. എനിക്കത്രേ പറയാനുള്ളൂ. നമ്മൾ അതേമാതിരി തന്നെ ആ വണ്ടി അവിടെ ഇട്ടേച്ചിക്കണ്.
അതവിടുന്ന് എടുക്കേണ്ടി വരും. കർണാടകയിൽ ഓർക്കണം, മൊത്തം ഇന്ത്യ ഓർക്കണം എന്താണ് ഒരു മനുഷ്യന് കൊടുക്കേണ്ട പ്രാധാന്യം. ഒരു മനുഷ്യനെ ഒരു ദുരന്തത്തെ കൈകാര്യം ചെയ്ത രീതി മോശമായാൽ ഉണ്ടാവുന്ന ആ അതിൻ്റെ ഇത് അത് ഒരു എന്താ പറയുക ഒരു മ്യൂസിയം ആക്കി വെക്കണം അവിടെ. ഒരു ഒരു ലോറി മുതലാളി ഇങ്ങനെ ആയിരിക്കണം. തന്റെ ഒരു തൊഴിലാളിക്ക് ഒരു ഇത് വന്നപ്പോൾ കൂടെ കട്ടക്ക് അല്ല, അത് ലോറി മുതലാളി ആയാൽ മാത്രം പോരാ. ശരി, ഏത് തൊഴിലിലും തൊഴിലാളിയാണ് രാജാവ്. ഒരുപാട് പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ നമുക്ക് മാക്സിമം വില ഉണ്ടാവും. പക്ഷേ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന വില കൂടെ ഉള്ളവർ ബന്ധുക്കാർ ഇവരൊക്കെ സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ അവർക്ക് സപ്പോർട്ട് ഉണ്ടാവണമായിരുന്നു. ശരിക്കും അവിടെ നിൽക്കാണ് അവർക്ക് സപ്പോർട്ട് എങ്ങനെയാണ് വീട്ടിൽ നിന്നും ബാക്കി സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഉള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. ഞാൻ അറിഞ്ഞില്ല ഈ 72 ദിവസം എൻ്റെ കുട്ടികൾക്ക് സുഖമില്ലാതായതും അറിയിച്ചില്ല, വീട്ടിൽ സാധനങ്ങൾ തീർന്നതും അറിയിച്ചില്ല. കച്ചവടക്കാർ എനിക്ക് പേഴ്സണൽ ബിസിനസ്സുള്ള മരക്കച്ചവടം അവരും സ്റ്റാഫുകൾ തന്നെ ഒക്കെ മാനേജ് ചെയ്തു. പിന്നെ മലേഷ്യയിലൊരു ബിസിനസ് ഉണ്ട്, എൻ്റെ പാർട്ട്ണർമാർ ഇന്നൊന്നും അറിയിച്ചിട്ടില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്തു തന്നതിനോണ്ടല്ലേ ഇപ്പോൾ ഇതൊക്കെ വിജയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അതിന് കുറേ എലമെൻ്റ് ഉണ്ട്, ഒരു മൊത്തം സംവിധാനം അതിന് കൂടെ പ്രവർത്തിച്ചാലേ എന്താവുള്ളൂ വിജയം ഉണ്ടാവുള്ളൂ. അത് ഒറ്റക്കെല്ലും നേടാന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. അതിൽ നമ്മളെ അർജുൻ്റെ ഫാമിലി വിട്ടു പോകാനേ പറ്റാത്ത ഒരു ഘടകമാണ്. അതിൻ്റെ ഓരോ മെമ്പേഴ്സും ഹാർഡ് വർക്ക് ചെയ്ത് കൂടെ നിന്ന് ഇട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരു സാധാരണ ഒരു ഡ്രൈവർ ജനഹൃദയങ്ങളിലേക്ക് കുടിയിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് ആ ഒരു ഉടമ തൊഴിലാളിക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അതായത് എങ്ങനെ ആ അർജുന് ഏത് സ്ഥാനാണ് കൊടുക്കേണ്ടത്, ഏത് വിടവാങ്ങലാണ് കൊടുക്കേണ്ടത്, അതിന് അർഹമായ ഒരു വിടവാങ്ങൽ തീർച്ചയായിട്ടും കേരളം കൊടുത്തു. അർജുൻ്റെ കുറേ ചോദ്യങ്ങൾക്ക് അർജുൻ എന്തായി, അതിനൊക്കെ ഉത്തരായി. അല്ല, ഉൾക്കൊണ്ടേ മതിയാവും. തീർച്ചയായിട്ടും ഞാൻ ഇപ്പം അവനെ കണ്ടതോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടും സമാധാനമുണ്ട്. മനുഷ്യന്മാരാണ്, ഗ്യാരണ്ടി ഇല്ലാത്ത വസ്തുവാണ് നമ്മൾ. അവൻ്റെ ഗ്യാരണ്ടി 30 വയസ്സ് വരെയും. എല്ലാവരും ഇവിടുന്ന് പോകേണ്ടതല്ലേ. ആ ഒരു യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കുക. അപ്പം ഞാൻ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട്. അതോടുകൂടിയിട്ട് എനിക്ക് അതിൽ ഞാൻ സന്തോഷവാനാണ്. കേരളം അവൻ ഏറ്റെടുത്തു. ആ മലയാളികളുടെ ആ ഒരു മനസ്സിൻ്റെ വലിപ്പാണ് സത്യത്തിൽ. ഇടുങ്ങി മനസ്സിലുള്ളവർക്ക് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള മനസ്സിലുള്ളവരെ നോവിക്കുകയുള്ളൂ. ആ കിടക്കണ ചെക്കനെ എന്തൊക്കെ പറഞ്ഞു, എൻ്റെ കാര്യം പോട്ടെ, ഇതൊരു പ്രധാന ആ അർജുന് അവന് ഒരു അതിന് പുറമെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ഓനെ എന്തൊക്കെ പറഞ്ഞ്, ഇത് പറയുന്ന ആളുകൾ കുറച്ച് വിഭാഗ ആളുകളുണ്ട്. ഇവരെ ആ സമയം എന്താക്കണം, ഈ അതിനുള്ള മറുപടി കൊടുത്തിരിക്കണം. എന്താണെന്നുള്ള പോലീസ് സംവിധാനത്തിലെ നിയമത്തിലൊക്കെ മാറ്റം വരണം. എനിക്കെതിരെയോ ഓനക്കെതിരെയുള്ള പല കേസുകൾ കൊടുത്തിട്ട് കേസ് പോലും FIR പോലും ഇട്ട് തന്നില്ല. ഇതിൻ്റെ പിന്നാലെ ഞാൻ പോവും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വേറെ ടൈപ്പ് ജെൻസാ. ഞാൻ ഓരോ പിന്നാലെ പോവും. എനിക്ക് ബാക്കി ടൈം എന്തെങ്കിലും ഒരു പ്രശ്നം എനിക്ക് വേണോ, എന്നെ സംബന്ധിച്ചോ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വേണം, ഞാനിങ്ങനെ ഓരോ പിന്നാലെ വരും. എന്തായാലും ഓരോ പിന്നാലെ പോവും. എൻ്റെ കൂടെ ഇപ്പം മൊത്തം കേരളമുണ്ട്. ഇവരെ ഇങ്ങനത്തെ ആളുകളെ തേടി പിടിച്ചിട്ട് സമൂഹത്തിൽ നിന്ന് എന്താക്കണോ
ഓരോ ഒന്ന് ശുദ്ധികലശം നടത്താണ്ട് നമ്മൾ നടത്തണം. നാസറെടുക്കാൻ ഇപ്പം നമുക്കറിയാം അർജുനൊരു കൊച്ചുണ്ട്. ഇനിയും അവരുടെ ഫാമിലിയൊപ്പം തന്നെ കൂടെ ഉണ്ടാവുമോ ഇനിയുള്ള? തീർച്ചയായിട്ടും എന്തായാലും അത് നമ്മളെ ഫാമിലിയല്ലേ, ഫാമിലിയാണ്. പിന്നെ വാക്ക് എന്താ പറയുക, സംസാരത്തിൽ കൂടി അല്ലല്ലോ, പ്രവൃത്തി കൂടിയല്ലേ കാണിക്കേണ്ടത്. അതെ, ഇത്രയും കാലം ഞാൻ സംസാരത്തിനെക്കാട്ടും ആഗ്രഹിക്കുന്നത് പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നത്. കൊടുത്ത വാക്ക് അത് പാലിക്കേണ്ടത്.